ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു ദിവസം ജിബ്രീൽ അലൈഹി വസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ നബി തങ്ങളെ, അങ്ങയോട് സാധുവായ ജിബ്രീലിന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീലേ, എന്താണ് പറയാനുള്ള കാര്യമെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയേ, അങ്ങയോടൊപ്പം ഇരിക്കുന്ന ഈ സദസ്സിലുണ്ടായിരിക്കുന്ന ഒരു സ്വഹാബിയെ കുറിച്ചാണ് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എന്താണ് സ്വഹാബിയെ കുറിച്ച് പറയാനുള്ളത്? ഹബീബായ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഏതാനും സമയങ്ങൾ കഴിഞ്ഞു കിടക്കുമ്പോൾ, ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഈ സ്വഹാബി വഫാത്തിനോടടുത്തിരിക്കുകയാണ്. അഥവാ ഈ സ്വഹാബി വഫാത്താകാൻ സമയമായി, ഈ സ്വഹാബിയുടെ മരണം നിശ്ചയിക്കപ്പെട്ടു, സമയം നിശ്ചയിക്കപ്പെട്ടു എന്ന് ഹബീബായ തങ്ങളോട് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം ആ സ്വഹാബിയോട് ധരിപ്പിക്കുകയാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സ്വഹാബി ചോദിക്കുകയാണ്, നബിയേ, സാധുവായ എന്റെ വഫാത്തിന്റെ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, പറയപ്പെടുന്ന ദിവസങ്ങളില്ല, എണ്ണപ്പെടാനുള്ള മണിക്കൂറുകളുമില്ല, തുച്ഛമായ സമയം മാത്രമാണല്ലോ ബാക്കിയുള്ളത്. ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഈ സമയത്തിന്റെ ഉള്ളിൽ എനിക്ക് ചെയ്താൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കരസ്ഥമാകുന്ന, അഥവാ ഈ ചുരുങ്ങിയ സമയപരിധിയുടെ ഉള്ളിൽ സാധുവായ ഞാൻ ചെയ്യൽ കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന, ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലയോ സഹാബ, ശേഷിക്കുന്ന സമയത്ത് ഇനി വരുന്ന ഒരു സഅത്ത് അഥവാ ഒരു മണിക്കൂറെങ്കിലും നിനക്ക് ശേഷിക്കുന്നുണ്ടെങ്കിൽ ഇൽമു പഠിക്കുന്ന സദസ്സിലേക്ക്, അഥവാ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന സദസ്സിലേക്ക് പോയിരുന്ന് ആ വിജ്ഞാനം കരസ്ഥമാക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ ഈ ഒരു പ്രതിഫലവും ഈ ഭൂമിയിൽ നിനക്ക് ഇനി ശേഷിക്കുന്ന സമയം കൊണ്ട് കരസ്ഥമാക്കാൻ സാധ്യമല്ല എന്ന് ഹബീബായ സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹി